ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പെങ്ങളുടെ കല്യാണത്തിന് മുമ്പുള്ളൊരു പരിപാടികളുണ്ടല്ലോ, പ്രധാന പരിപാടിയാണ്. ഒരു മാൻഡേറ്ററി എന്നുള്ളൊരു സംഭവമാണ് ഈ നമ്മുടെ സേവ് ദി ഡേറ്റ്. അപ്പോൾ സേവ് ദി ഡേറ്റിന് വേണ്ടി നല്ല സ്ഥലം കണ്ടുപിടിക്കുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ഈ പരിപാടിക്കൊക്കെ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം തട്ടേക്കാടാണ്. അങ്ങനെ നീണ്ട 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 2 മണിക്കൂർ ട്രാവലിന് ശേഷം ഞങ്ങൾ ഏതാണ്ട് എത്താറായി. അപ്പോൾ ലൈറ്റൊക്കെ വന്ന് തുടങ്ങി. അത്യാവശ്യം നല്ലൊരു സീനറി ആയിരുന്നു അവിടെ മൊത്തം. നല്ലൊരു വിഷ്വലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടുള്ള ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെ പാട്ടും കാര്യങ്ങളൊന്നും വെക്കാണ്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞങ്ങളുടെ ഫാമിലീസ് തന്നെ, അളിയൻ്റെ ഫാമിലിയും ഉണ്ടായി, എൻ്റെ ഫാമിലിയും ഉണ്ടായി. അങ്ങനെ സംസാരിച്ച് കാടും മലയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ നമ്മുടെ തട്ടേക്കാട്, മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന തട്ടേക്കാടിലോട്ട് എത്തിപ്പെട്ടു. അവസാനം അവിടെ എത്തി. പിന്നെ പയ്യെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമല്ലോ എന്ന് ഓർത്തു. കാരണം ടൈം ആവണേ ഉള്ളൂ. പക്ഷേ ലൈറ്റ് പോകണ മുമ്പ് നമുക്ക് ഫോട്ടോ ഷൂട്ട് തുടങ്ങണം. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുത്തെ സ്ഥലമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് മറ്റൊരു മുഖം ഞാൻ കണ്ടത്. കാരണം ഞങ്ങളുടെ കയ്യിൽ കൊക്കോ ഉണ്ടായി. കൊക്കോ ഒരു പട്ടിയാണല്ലോ, ഷിറ്റ്സു. അപ്പോൾ അവനെ വാച്ച് ചെയ്യാൻ വേണ്ടി വേറൊരു അപ്പരൻ അവിടെ ഉണ്ടായി. അവനെ ഞങ്ങൾ ജസ്റ്റ് ഓടിച്ചു വിട്ടു. കാരണം പുറകെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു, പക്ഷേ വലിയ സീനുണ്ടായില്ല. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ സീനറിയൊക്കെ കണ്ടു. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു. നല്ലൊരു സീനറി ഞങ്ങൾക്ക് കിട്ടി. പെർഫെക്റ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ പെർഫെക്റ്റ് ടൈം അല്ലായിരുന്നു. ഞങ്ങൾ ശരിക്കും ലൈറ്റായി പോയി. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു സീനറി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നേരെ അവർ ഫോട്ടോഷൂട്ടിലൂടെ ആരംഭിച്ചു. അങ്ങനെ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. എന്നാലും പിന്നെ നോട്ടം മാറ്റും. പക്ഷെ മറ്റൊരു ഷൂട്ടിംഗ് അവിടെ ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു. അവർ നമ്മളിൽ മുന്നേ വന്ന് ഷൂട്ട് ചെയ്യാനായിരുന്നു. അവരുടെ ഒരു പെർഫെക്റ്റ് ടൈം. പക്ഷെ എന്നാലും നമ്മുടെ ഒരു നല്ല ടൈമാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് എനിക്ക് മനസ്സിലായി ഞാനൊരു പിക്നിക്കിന് വന്നതാണെന്ന്. കാരണം ഇവർ 2 അമ്മമാരും കൂടി ഓരോരോ സാധനങ്ങളൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങി. ഫുഡും കാര്യങ്ങളൊക്കെ അത് വേണ്ടി വന്നു, കാരണം നല്ല വിശപ്പായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പകർത്താൻ തുടങ്ങി. ഗൈസ്, സൂക്ഷിക്കുക, വേറെ ഒന്നുമില്ല. വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കാൻ തോന്നിയതുകൊണ്ട് കിട്ടിയതാണ്. പക്ഷെ അത് നല്ല രസമായിരുന്നു കേട്ടോ. അവരുടെ കൈയിട്ട് കറക്കലും അങ്ങോട്ട് കറക്കലും ഇങ്ങോട്ട് കറക്കലും. അയ്യോ, കുറച്ച് നേരം നമുക്കത് കണ്ടിരിക്കാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞാൻ വീണ്ടും കണ്ണാടി വെച്ച് നോക്കി, കണ്ണാടി ഊരി നോക്കി. കാരണം എനിക്ക് വളരെയധികം ബോറടിച്ചു. സേവ് ദി ഡേറ്റിന് കൂടെ പോണവരാണ് ഏറ്റവും വലിയ പോസ്റ്റ് എന്നെനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ച് അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് അറിഞ്ഞ് ഇങ്ങനെ നിന്നു. നല്ലൊരു ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയ പ്ലേസാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിൻ്റേതായ സമയത്ത് പോയാലാണ് നല്ലൊരു മൊമെൻ്റൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ലൈറ്റും ഷാഡോയൊക്കെ അടിച്ച് നമ്മുടെ ഉള്ള സമയം പോകും. അങ്ങനെ ഞാൻ അവിടെ നിന്നൊക്കെ പയ്യെ കൊക്കോ ഡോഗാണ്, ഷിറ്റ്സു, പോയപ്പോൾ ഒരു പശുവിനെ കണ്ടു. പശുവിന് ഭയങ്കര പേടിയാന്ന് തോന്നുന്നു. അവൻ എന്നെ അവിടെ ഇട്ട് വട്ടം കറക്കി. ഒരു കണക്കിനാണ് ഞാൻ അവിടെ നിന്ന് അവനെയും കൊണ്ട് പോയത്. അവനല്ല, അവളെയും കൊണ്ട് പോയത്. അങ്ങനെ അവിടെ നിന്നും പോയി. വെറുതെ പശുവിന് പുല്ല് കൊടുക്കാൻ, പുല്ലല്ല, ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് എടുക്കാൻ തോന്നി. ഈ പശുവിന് വേണ്ട. പിന്നെ മറ്റൊരു പശുവിന് ഞാൻ കൊടുത്തു. അങ്ങനെ എൻ്റെ വീണ്ടും നിമിഷങ്ങളൊക്കെ കഴിഞ്ഞ് പോകാമെന്ന് ഓർത്തപ്പോഴാണ് അവർക്ക് മറ്റൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ തോന്നിയത്. അതിനു വേണ്ടി ടെണ്ടുൽക്കറിൻ്റെ ജേഴ്സിയും ഇട്ട് പോയി. ബാറ്റും ബോളൊന്നുമില്ല, വെറുതെ അവരുടേതായ കുറച്ച് ആഗ്രഹങ്ങൾ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ പാക്കപ്പ്. നല്ല വെയിലായിരുന്നു. വെയിലെന്ന് പറഞ്ഞാൽ 1.5 വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി അവിടെ ബാഗും പൊത്തിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.